ഇന്ന് ഈ ആഗോള മലയാളി സംഗമത്തിന് ആലപ്പുഴയിൽ നിന്നുള്ള ഒരു കുടുംബമാണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. ഇത് ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പനും മക്കളും എല്ലാവരും കൂടി ഒരുമിച്ച് ഈ ഒരു ധ്യാന കേന്ദ്രത്തിലേക്കൊക്കെ എത്തുക എന്ന് പറയുന്നത്. സോ ഇത് നമ്മുടെ ജോൺ ചേട്ടനാണ്. അതേപോലെ രണ്ട് മക്കള് അഗസ്റ്റിനും ആൽഫീനിയുമാണ്. അപ്പോൾ ചേട്ടാ, എന്തായിരുന്നു കരിസ്മാറ്റിക് മൂവ്മെന്റിലേക്ക് വരാനുള്ള ഒരു പ്രചോദനവും അത് വന്നു കഴിഞ്ഞിട്ടുള്ളൊരു മാറ്റവും ഇപ്പൊ ഇങ്ങനെ കുടുംബസമേതം ഇങ്ങോട്ട് വരാനുള്ളൊരു മോട്ടിവേഷൻ ഒക്കെ എന്തായിരുന്നു? ശരിക്കും പറഞ്ഞാൽ എൻ്റെ അപ്പൻ രോഗിയായി കിടന്നൊരു സമയമുണ്ട്. അതുവരെ ഞാൻ പാർട്ടിയുടെ ഒരു സജീവ പ്രവർത്തകനും പാർട്ടി മാത്രമായി ജീവിച്ചിരുന്ന ഒരാളാണ്. അതിൽ നിന്നൊക്കെ മാറി ഒരു കോളേജ് യൂണിയൻ്റെ ചെയർമാനൊക്കെ ആയിരുന്നു. അപ്പൻ അസുഖം വന്ന് കിടന്നതിന് ശേഷം അപ്പൻ്റെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് പൊതുവായി പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. പിന്നീട് വീണ്ടും എൻ്റെ പെങ്ങൾക്ക് ക്യാൻസർ രോഗമാണ്. ആ സമയത്ത് വട്ടായച്ചൻ്റെ അടുത്ത് ധ്യാനിക്കാനായിട്ട് വരികയും അവിടെ നിന്ന് റെനി പുലിയാലച്ചൻ്റെ ധ്യാനമന്ദിരത്തിൽ 2 വർഷക്കാലം ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു. പിന്നീട് ഒരു കരിസ്മാറ്റിക് ജീവിതമായിരുന്നു പിന്നീടുണ്ടായിരുന്നത്. ആ ഒരു കാലഘട്ടം പിന്നീടുള്ള കാലഘട്ടത്തിൽ ഇപ്പോൾ ഞാൻ ചേർത്തല എരമല്ലൂർ സബ് സോണിൻ്റെ കോർഡിനേറ്ററാണ്. അതുപോലെ തന്നെ LSSൻ്റെ സോണിൻ്റെ കോർഡിനേറ്ററാണ്. അങ്ങനെ വളരെ സജീവമായി തന്നെ പോകുന്നു. ഇത് എൻ്റെ മകള് ആൻഫിനി, ഇവള് അൾത്താര ബാലികയാണ്. കുർബാനയ്ക്ക് മുടങ്ങാതെ പോകുന്ന ഒരാളാണ്. ആദ്യ കുർബാന സ്വീകരിച്ചതിന് ശേഷം കുർബാന മുടങ്ങാതെ പോകാനായിട്ട് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വല്ലപ്പോഴും പനി വന്നാൽ മാത്രമാണ് മുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെയാണ് ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ പെങ്ങളുടെ ആ ഒരു ക്യാൻസർ രോഗവും തുടർന്നുണ്ടായ മരണവും എല്ലാം എന്നെ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അവളുടെ മരണക്കിടക്കയിൽ വെച്ച് പറഞ്ഞ അവസാനത്തെ ഡയലോഗ് എന്നെ ഇപ്പോഴും ഹാപ്പി ചെയ്യുന്നതാണ്. പാർട്ടിയിൽ നിന്ന് ഞാൻ വിട്ടു എന്ന് ഞാൻ അവളോട് പറയുമ്പോൾ ഇനി എനിക്ക് മരിച്ചാലും വേണ്ടിയില്ല എന്നാണ് അവസാനത്തെ അവൾ എന്നോട് പറഞ്ഞ എൻ്റെ വാക്കുകൾ. അതിനുശേഷം പാർട്ടിയുമായി ബന്ധപ്പെടുകയോ പാർട്ടിയുമായി യാതൊരു കാരണവശാലും അതുമായിട്ട് യാതൊരുവിധ ഇതുമില്ലാതെ കരിസ്മാറ്റിക്കായി തുടരുന്നു. ഈ സംഗമത്തിൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ വല്ലാത്ത നിറവ് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ നിറവ് കൂടുതൽ ശക്തിയോടുകൂടി കൂടുതൽ കരുത്തോടുകൂടി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും, ഞങ്ങളുടെ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ഞങ്ങളുടെ സബ് സോണിനും എല്ലാം മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ദൃഢമായ വിശ്വാസവും ഉറച്ച ഒരു ബോധ്യവും ഞങ്ങൾക്കുണ്ട്. ആ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഈ സംഗമത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്.